ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ വിനാഗിരിയും അതേപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒരു കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ കുറേശ്ശെയായി ഒഴിക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ഭാഗം ഒഴിച്ചതിന് ശേഷം വീണ്ടും അടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് ചെറിയത് ക്രീമായിട്ട് വന്നിട്ടുണ്ട്, ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പകുതിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് മുഴുവൻ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മളെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ സ്പെഷ്യലായിട്ടൊരു ടേസ്റ്റ് വരാൻ വേണ്ടി ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇത് വിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കട്ടിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്